ബാബു തഹ്രീം സഫറിൽ മർഅതി വഹ്ദഹ. ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യൽ ഹറാമാണ് എന്ന് പറയുന്ന അധ്യായം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു ലിംറഅത്തിൻ തു'മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ തുസാഫിറു മസീറത യൗമിൻ വലയ്യ ഇല്ലാ മഅ ദി മഹ്റമിഹാ അലൈഹാ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അവർ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ലാ യഹില്ലു ലിംറഅത്തിൻ തു'മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരു പെണ്ണിനും ഹലാലാവുകയില്ല, അനുവദനീയമാവുകയില്ല. തുസാഫിറു മസീറത യൗമിൻ ലൈലത്തിൻ ഒരു രാത്രിയും ഒരു പകലും ദൂരമുള്ള ഒരു രാത്രിയും ഒരു പകലും യാത്രാ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് തനിച്ച് യാത്ര പോകൽ ഒരു പെണ്ണിന് അനുവദനീയമാവുകയില്ല. അവൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇല്ലാ മഅദി മഹ്റമിൻ അലൈഹാ അവളുടെ പേരിൽ മഹറമായ ഒരാൾ കൂടെ ഉണ്ടായിട്ടല്ലാതെ, അവരുടെ വിവാഹബന്ധം ഹറാമായ ഒരു സ്വന്തക്കാരനായ ഒരു പുരുഷൻ, അവരുടെ പിതാവോ അവരുടെ സഹോദരനോ അവരുടെ മകനോ, അങ്ങനെ വിവാഹബന്ധം ഹറാമായ മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടായിട്ടല്ലാതെ യാത്ര പോകൽ ഹറാമാണ് എന്ന്, യാത്ര പോകൽ അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും ഇതൊക്കെ തീരെ പരിഗണിക്കപ്പെടാത്ത ഹുക്മുകളാണ്. പക്ഷേ പരിശുദ്ധമായ ദീനിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമി വലാ തുസാഫിറു മർഅതു ഇല്ലാ മഅ ദി മഹ്റമി. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്നഹു സമിഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമി ഒരു അന്യ പുരുഷനും ഒരു സ്ത്രീയുടെ കൂടെ തനിച്ച് ആവാൻ പാടില്ല. എവിടെയും അവരുടെ കൂടെ അവരുടെ മഹ്റം ഉണ്ടായിട്ടല്ലാതെ. തനിച്ച് ആവുന്നത് സൂക്ഷിക്കണം, അത് ഉണ്ടാവാൻ പാടില്ല. അവരുടെ കൂടെ അവരുടെ വിവാഹബന്ധം ഹറാമായ ഒരു മഹ്റം ഉണ്ടായിട്ടല്ലാതെ. സാഹചര്യങ്ങളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് അത്തരം വിഷയത്തിൽ പരിശുദ്ധമായ ദീനിൽ വളരെ കണിശമായ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ഇന്നത്തെ പുതിയ തലമുറയിലെ ദിശ തെറ്റിയ ചിന്തയെ പോലെ ആണിനേക്കാൾ സ്ഥാനം കുറഞ്ഞ് പെണ്ണിനെ കാണുക എന്നല്ല അതിനർത്ഥം. അതൊക്കെ ഓരോരുത്തരുടെയും ഹിൽത്തനുസരിച്ച് സുരക്ഷിതത്വം കണക്കിലെടുത്ത് അനിവാര്യമായ ചില ഹുക്കുമുകളാണ്, ചില പരിമിതികളാണ്. അതൊക്കെ സുരക്ഷയാണ് അതിനൊക്കെ ഉദ്ദേശം. നമ്മൾ രോഗത്തെ ഭയപ്പെട്ടുകൊണ്ട് പല സുരക്ഷകളും നമ്മൾ ഏർപ്പെടുത്താറുണ്ട്. ആ സുരക്ഷാ നിയമങ്ങളെ നമ്മൾ പാലിക്കാറുണ്ട്. അതൊക്കെ ആരോഗ്യപരമായ സുരക്ഷയാണെങ്കിൽ ഇത് ആത്മീയമായ സുരക്ഷയാണ് ഇതുകൊണ്ട് ഉദ്ദേശം. അല്ലാതെ ആണിനേക്കാൾ സ്ഥാനം കുറഞ്ഞു പെണ്ണിനെ കാണുന്നു എന്നല്ല. അതൊക്കെ അനിവാര്യമായ ചില കാര്യങ്ങളാണ്. فقال له رجل يا رسول الله إن امرأتي خرجت حاجة وإني تثبت في غزوة كذا وكذا. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഇംറഅതി ഖറജത് ഹജ്ജതൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എൻ്റെ ഭാര്യ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ഹജ്ജിന് പുറപ്പെട്ടിരിക്കുകയാണ്. ഞാനാണെങ്കിലോ ഇന്നാലിന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേര്, ഞാൻ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്.
ഞാനതിൽ തയ്യാറായി നിൽക്കുകയാണ്, എൻ്റെ ഭാര്യ ഹജ്ജിന് പോവുകയുമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു. പോരാ, റസൂലുള്ളാഹി പറഞ്ഞു, നീ പോവുക, നിന്റെ ഭാര്യയുടെ കൂടെ നീ ഹജ്ജിന് പോവുക, നീ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു എന്നാണ്. ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നത് സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, അന്യ പുരുഷന്മാരുടെ കൂടെ തനിച്ചാവരുത്, യാത്ര ചെയ്യരുത് എന്നൊക്കെയാണ്. സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ മഹറമായ, വിവാഹബന്ധം ഹറാമായ ഒരാൾ കൂടെ ഉണ്ടാവണം എന്നതിന് നിയമമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഉംറക്കൊക്കെ പോകുമ്പോൾ ചെയ്യുന്നത് പോലെ, പലപ്പോഴും സംഭവിക്കുന്നത് പോലെ, അവർക്ക് സുരക്ഷ ഉറപ്പാകുന്ന തരത്തിലുള്ള ഒരു വലിയ സംഘം, സ്ത്രീകളുടെ ഒരു വലിയ സംഘം അവരുടെ കൂടെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹരിക്കപ്പെടും എന്നും ഹുക്മിൽ പറഞ്ഞിട്ടുണ്ട്.